നമസ്കാരം. പരീക്ഷാ സമയമൊക്കെയായി എത്ര പഠിച്ചിട്ടും തീരുന്നുമില്ല എന്നൊരു കൺഫ്യൂഷൻ പലപ്പോഴും വിദ്യാർത്ഥികളിൽ കണ്ടുവരാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇനി മുതൽ ഒന്നും ഭയപ്പെടേണ്ടതില്ല. ഒരു സബ്ജക്റ്റ് തികച്ചും 3 ദിവസം കൊണ്ട് നന്നായി പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു മെത്തഡോളജിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ പഠിക്കണം, ഏതെല്ലാം റിസോഴ്സസ് ഉപയോഗിക്കണം, എത്ര സമയം കൊണ്ട് ടൈം ടേബിൾ എങ്ങനെ ഉണ്ടാക്കണം എന്നീ 3 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യും. വീഡിയോ അവസാനം വരെ കാണുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് തോന്നുകയാണെങ്കിൽ കമൻസ് വഴി ഷെയർ ചെയ്യുക. ഉത്തരങ്ങൾ തീർച്ചയായും നൽകാം. ഞാൻ ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് കരിയർ മെന്റർ, പ്രൊവിൻസ് അക്കാഡമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. ഓക്കെ, ലെറ്റ് us മൂവ് ഓൺ. 3 ദിവസം കൊണ്ട് ഒരു സബ്ജക്റ്റ് പഠിച്ചു തീർക്കണമെന്ന് തീരുമാനിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം രാവിലെ എപ്പോൾ എഴുന്നേൽക്കണം, എപ്പോൾ കിടക്കണം, ഇതിനിടയ്ക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളതിൻ്റെ ടൈം ടേബിളാണത്. സാധാരണയായി രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് വൈകിട്ട് 10 മണി വരെ ഉള്ളൊരു സമയം 17 മണിക്കൂർ കിട്ടും. ഇതിനുള്ളിലാണ് നമ്മൾ പഠിച്ചു തീർക്കേണ്ടത്. എല്ലാവരും 5 മണിക്ക് എഴുന്നേറ്റ് 10 മണിക്ക് ഉറങ്ങുന്ന അതേ ശീലം തന്നെ കീപ്പ് ചെയ്യണമെന്നില്ല. നമ്മുടെ ഇഷ്ടാനിഷ്ടമനുസരിച്ച് അല്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. എങ്കിൽ പോലും ഏതാണ്ട് 17 മണിക്കൂർ വരുന്ന ഒരു പകൽ സമയ പഠനം നമ്മൾ കണ്ടുവയ്ക്കേണ്ടതാണ്. 17 മണിക്കൂർ എന്ന് കേട്ട് വിഷമിക്കുകയൊന്നും വേണ്ട. ഇൻഫാക്ട് മോർണിംഗ് റൂട്ടീൻ, ലഞ്ച്, ഡിന്നർ, ഇവയ്ക്കൊക്കെ ഇടയിലുള്ള റിലാക്സേഷൻ ടൈം, ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു 10 മണിക്കൂറാണ് ഒരു ദിവസം പഠിക്കാൻ കിട്ടുക. ഇതിനു വേണ്ട ഒരു മോഡൽ ടൈം ടേബിൾ കൊടുക്കുകയാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, 10 മണിക്ക് ഉറങ്ങുന്നു. ഇതിനിടയ്ക്കുള്ള സമയത്തിന്റെ ഒരു ടൈം ടേബിളാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് അല്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് ഈ ടൈം ടേബിൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും നല്ലതെന്ന് പറയട്ടെ, ഈ 10 മണിക്കൂർ പെർ ഡേ വെച്ച് 3 ദിവസം പഠിച്ചാൽ മാത്രം മതി. നമ്മളുടെ ഈ മെത്തഡോളജി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റ് പഠിച്ചു തീർക്കുവാൻ. ടൈം ടേബിളിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന റിസോഴ്സസ് ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുക, എന്ന് തിരഞ്ഞെടുക്കുകയാണ്. 3 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ധാരാളമായി പുസ്തകങ്ങളൊന്നും സെലക്ട് ചെയ്യരുത്. ഏറ്റവും നല്ലതെന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ ക്ലാസ് നോട്ടുകൾ, അതോടൊപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഈ 3 റിസോഴ്സസ് മാത്രം എടുത്തു വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ട ടൈം ടേബിൾ റെഡിയായി, പഠിക്കാനുള്ള പുസ്തകങ്ങളും എടുത്തു വെച്ചു. ഇനി നമ്മൾ തീരുമാനിക്കേണ്ടത് ഈ 3 ദിവസങ്ങളിൽ എത്രയെത്ര ചാപ്റ്റർ ആദ്യത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം എന്ന രീതിയിൽ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ എളുപ്പമാണ്. ടോട്ടലി നമ്മുടെ കയ്യിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് പഠിച്ചു തീർക്കാൻ എന്ന് വിചാരിക്കുക, എന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം അതിനെ 3 ഡിവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, 12 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടതെങ്കിൽ ആദ്യത്തെ ദിവസം 4 ചാപ്റ്റർ, രണ്ടാമത്തെ ദിവസം 4, മൂന്നാമത്തെ ദിവസം 4 എന്ന രീതിയിൽ നമുക്ക് 12 ചാപ്റ്റർ 3 ദിവസത്തേക്ക് ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെ ചാപ്റ്റേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആദ്യ ദിവസം തന്നെ പഠിക്കണം. പിന്നീട് നമുക്ക് ടഫ്നെസ് കൂടി വരുന്ന ചാപ്റ്റേഴ്സിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം പഠിക്കേണ്ട ചാപ്റ്ററുകളുടെ എണ്ണം തീരുമാനിച്ചു, ഏതൊക്കെ ചാപ്റ്ററാണ് പഠിക്കേണ്ടതെന്നും തീരുമാനിച്ചു. ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതത് ചാപ്റ്ററുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന പോർഷൻസ് പ്രത്യേകം പഠിക്കാൻ ശ്രദ്ധിക്കണം. ഇത് പലപ്പോഴും ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, പരീക്ഷയ്ക്ക് ഇത് വരാൻ സാധ്യത കൂടുതലുള്ള പോർഷനാണ്, ടോപ്പിക്കാണ് എന്നൊക്കെ. അതനുസരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ. 3 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കേണ്ടുള്ളത് കൊണ്ട് ഇതുപോലെ സെലക്റ്റീവായി പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെരി ഗുഡ്. ഇനി നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മൾ പഠിക്കേണ്ട പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ചു, സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരുന്നു. ഇനി നമ്മൾ പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ടൈം ടേബിളിൽ പറഞ്ഞതുപോലെ ഒറ്റ സ്ട്രെച്ചിൽ ഒരു 45-50 മിനിറ്റ് തുടർച്ചയായി പഠിക്കുക. പിന്നീട് ഒരു 10 മിനിറ്റ് ബ്രേക്ക്, വീണ്ടും 45-50 മിനിറ്റ് പഠനം, 10 മിനിറ്റ് ബ്രേക്ക്. ഈ രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനിയുള്ളത് റിവിഷനാണ്. നമ്മൾ ടൈം ടേബിളിൽ കാണിച്ചിട്ടുള്ളത് പോലെ മോർണിംഗ് സെഷനിലെ പഠനം കഴിയുമ്പോൾ ലഞ്ചിന് തൊട്ട് മുമ്പ് നമ്മളൊരു ½ ആൻ അവർ അതുവരെ പഠിച്ചത് റിവൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബിഫോർ സ്ലീപ്പ് 1 അവർ ടൈം ടേബിളിൽ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ അന്ന് പഠിച്ച മുഴുവൻ ടോപ്പിക്സും ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്തിട്ട് ഉറങ്ങാൻ പോവുക. ഈ രീതിയിൽ നമ്മൾ 1ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം നമ്മൾ ടൈം ടേബിൾ തീരുമാനിച്ചു, പിന്നീട് പഠിക്കേണ്ട പുസ്തകങ്ങൾ, നോട്ടുകളൊക്കെ എടുത്തു വെച്ചു. 3ാമത് പോർഷൻസ് ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിച്ചു തുടങ്ങി. പഠിക്കേണ്ട രീതിയും നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ രാവിലെയും വൈകിട്ടും ഒന്ന് റിവൈസ് ചെയ്തതിനു ശേഷം അന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യുക. ഇതേ രീതി തന്നെ സെക്കൻഡ് ഡേയും തേർഡ് ഡേയും റിപ്പീറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ പോർഷൻസ് മുഴുവൻ പഠിച്ചു തീർക്കാൻ നമുക്ക് സാധിക്കും. ഈ രീതിയിൽ 3 ദിവസം കൊണ്ട് ഒരു സബ്ജക്റ്റ് പഠിച്ചു തീർക്കാം, നല്ല മാർക്കും വാങ്ങാം. ഇതുവരെ പറഞ്ഞതിൽ ക്ലാരിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് വഴി ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്നായി പഠിക്കുന്നതിനും നല്ല മാർക്ക് പരീക്ഷയ്ക്ക് വാങ്ങുന്നതിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.